തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ഗാനമേളകളിൽ ഹിന്ദു ഭക്തിഗാനം മാത്രം മതിയെന്ന് ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ്. ഡിജെയ്ക്കും വിലക്ക് ഏർപ്പെടുത്തി. ഘോഷയാത്രയുടെ ഭാഗമായി വാഹനങ്ങളിലെ ഡിജെകൾ ഉൾപ്പെടെ പാടില്ല. ശിങ്കാരിമേളത്തിന് ഏർപ്പെടുത്തിയ വിവാദ വിലക്കും പിൻവലിച്ചു. മിഥുൻ മുരളി ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, വളരെ നിർണായകമായ നീക്കമെന്ന് തന്നെയല്ലേ പറയേണ്ടിയിരിക്കുന്നത്? പലപ്പോഴും ക്ഷേത്രങ്ങളെ പാർട്ടി കേന്ദ്രങ്ങളാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ദേവസ്വം കമ്മീഷണർ തന്നെ വ്യക്തമാക്കുന്നു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഗാനമേളകളിൽ ഹിന്ദു ഭക്തിഗാനം മാത്രം മതിയെന്ന്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി കൂട്ടിച്ചേർക്കുന്നത്? രോഹിണി, പ്രധാനപ്പെട്ട കാര്യം ഈ ഡിജെകൾ വ്യാപകമായി ഉത്സവങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ക്ഷേത്ര കോമ്പൗണ്ടിൽ തന്നെ വലിയ ശബ്ദത്തിൽ ഡിജെകൾ സംഘടിപ്പിക്കുന്നു. അത് വലിയ അരോചകമുണ്ടാക്കുന്നു എന്നുള്ള പരാതികൾ നേരത്തെയും ഉയർന്നിട്ടുള്ളതാണ്. ഇതിൽ ഡിജെകൾ ക്ഷേത്ര കോമ്പൗണ്ടുകളിൽ പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ളതാണ് ഉത്തരവിലുള്ളത്. അതോടൊപ്പം തന്നെ രോഹിണി സൂചിപ്പിച്ച നേരത്തെ പല വിവാദങ്ങളും ഉയർത്തിയ ഈ കമ്മ്യൂണിസ്റ്റ് ഗാനങ്ങൾ ഉൾപ്പെടെ ക്ഷേത്രങ്ങളിൽ ആലപിക്കുന്നു, ഗാനമേളകളിൽ ആലപിക്കുന്നു. അത് വലിയ വിപ്ലവ ഗാനങ്ങളൊക്കെ വിവാദങ്ങൾ സൃഷ്ടിക്കുകയുമൊക്കെ ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. ഗാനമേളകളിൽ ഹിന്ദു ഭക്തിഗാനം മാത്രം ആലപിച്ചാൽ മതി എന്നുള്ള ഉത്തരവും ദേവസ്വം കമ്മീഷണറുടെ പുതിയ ഉത്തരവിലുണ്ട്. നേരത്തെ ശിങ്കാരി മേളത്തിന് വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ള ഒരു കാര്യവും ഈ ഉത്തരവിന്റെ ഭാഗമായിട്ട് ശ്രദ്ധയിൽ വന്നിരുന്നു. അത് അങ്ങനെയല്ല, അത് അബദ്ധത്തിൽ ശിങ്കാരി മേളം ഉൾപ്പെട്ടതാണ്. ശിങ്കാരി മേളത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും പുതിയ ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട്. ശിങ്കാരി മേളത്തിന് ഉത്തരവില്ല, മറിച്ച് ഈ ഡിജെക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന അരോചകമായ എന്ന് പരാതികൾ ഉയർന്നിരിക്കുന്ന വലിയ ശബ്ദങ്ങൾക്കാണ് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്ഷേത്ര കോമ്പൗണ്ടിൽ യാതൊരു കാരണവശാലും ഇത്തരം ഡിജെകൾ സംഘടിപ്പിക്കാൻ പാടില്ല. അത് വാഹനങ്ങളിൽ ഡിജെ ആയിട്ട് ക്ഷേത്ര ഈ ചടങ്ങുകളോടനുബന്ധിച്ചുള്ള ഘോഷയാത്രകളിലും മറ്റും ഈ ഡിജെ വാഹനങ്ങൾ ക്രമീകരിക്കുകയും അത് ഘോഷയാത്രയോടൊപ്പം തന്നെ എത്തി ക്ഷേത്ര കോമ്പൗണ്ടിൽ പ്രവേശിക്കുകയും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന പരാതികളും കാര്യങ്ങളുമൊക്കെ നേരത്തെയും വ്യാപകമായി ഉയർന്നു വന്നിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ഡിജെകൾ പൂർണ്ണമായിട്ടും ക്ഷേത്ര കോമ്പൗണ്ടിൽ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഇത്തരം ഡിജെകൾ വാഹനങ്ങൾ ഈ ഘോഷയാത്രയോടൊപ്പം സഞ്ചരിക്കുകയും പിന്നീട് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിരന്തര സംഭവമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉത്തരവുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ഹിന്ദു ഭക്തിഗാനം മാത്രം ഗാനമേളകളിൽ ആലപിച്ചാൽ മതി എന്നുള്ള ഉത്തരവും ഉണ്ടായിരിക്കുന്നത്. ഇത് ഇനി എത്രത്തോളം പ്രാവർത്തികമാക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ പല ക്ഷേത്രങ്ങളിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധീനതയിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ പക്ഷ പ്രവർത്തകർ, ഇടതുപക്ഷം അനുഭാവികൾ പല ക്ഷേത്രങ്ങളുടെയും ഉപദേശക സമിതിയും ഒക്കെ പിടിച്ചെടുത്തിരിക്കുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലാണ് ഈ നിർബന്ധിച്ച് ഈ വിപ്ലവ ഗാനങ്ങളും മറ്റും പാടിപ്പിക്കുന്ന സംഭവങ്ങൾ ആവർത്തിച്ച് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അത് എത്രത്തോളം പ്രാവർത്തികമാക്കി ഈ ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ ഉത്തരവ് നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ഇനി ഉറ്റുനോക്കാൻ ഉള്ളത്. ഇതുപോലെ ഈ ഇടതുപക്ഷ അനുകൂലികൾ ഉപദേശക സമിതികൾ കയ്യേറി പിടിച്ചടക്കിയിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ തന്നെ ഭക്തിഗാനങ്ങൾ മാത്രം ആണോ ആലപിക്കുക, അല്ലെങ്കിൽ ആലപിക്കുക, ഈ ഉത്തരവ് കൃത്യമായി തന്നെ നടപ്പാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായി നിലനിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും കഴിഞ്ഞ കാലങ്ങളിൽ ശരി മിഥുൻ, തുടരുക. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ ആർ വി ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ഗാനമേളകളിൽ ഹിന്ദു ഭക്തിഗാനം മാത്രം മതി എന്നുള്ള ഉത്തരവ് ദേവസ്വം കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. അതോടൊപ്പം ഡിജെക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തികച്ചും സ്വാഗതാർഹമായ ഒരു കാര്യം തന്നെയല്ലേ? താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ദേവസ്വം ബോർഡിന്റെ ഈ ഒരു തീരുമാനം നമുക്ക് സ്വാഗതാർഹം എന്ന് തന്നെയാണ് പറയേണ്ടത്. ക്ഷേത്രങ്ങള് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രചരണ വേദികളാക്കി മാറ്റാൻ പാടില്ല. ക്ഷേത്ര പരിപാടികൾ ഇപ്പൊ ഈ കുറച്ച് നാളുകളായിട്ട് കാണാൻ സാധിക്കുന്നത് ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചടക്കി ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ ചിഹ്നങ്ങൾ വരെ ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ കൊടികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വിപ്ലവ ഗാനങ്ങൾ ആലപിക്കുന്ന ക്ഷേത്ര സങ്കേതങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ വലിയ തോതിലുള്ള വിവാദങ്ങൾക്കിടയാക്കുകയും കോടതിയുടെ ഇടപെടലിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശാനുസരണമാണ് ഈ തരത്തിലുള്ള ഒരു റെഗുലേഷൻസ് ഇറങ്ങിയിട്ടുള്ളത് വേണം മനസ്സിലാക്കാൻ. ഏതായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവരുടെ ക്ഷേത്രങ്ങളിൽ ഇനി മുതൽ ഹിന്ദു ഭക്തിഗാനങ്ങൾ, ഹിന്ദു ക്ഷേത്ര വിശ്വാസവുമായി ബന്ധപ്പെട്ട ഭക്തിഗാനങ്ങൾ മാത്രം നടത്തുന്ന തരത്തിലുള്ള പരിപാടികൾ മതി എന്ന് തീരുമാനിച്ചത് അങ്ങേയറ്റം ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ്.
ക്ഷേത്ര കലകളും ക്ഷേത്ര സംസ്കാരത്തിന് യോജിച്ച പരിപാടികളും മാത്രമാണ് ക്ഷേത്രത്തിൽ അരങ്ങേറേണ്ടത്. അല്ലാത്തതൊന്നും ക്ഷേത്രത്തിൽ അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് തന്നെയാണ്. ആ നിലപാടിലേക്ക് ഇപ്പോൾ ദേവസ്വം ബോർഡ് എത്തിയത് സന്തോഷകരമാണ്. ശ്രീ ആർ വി ബാബു, പലപ്പോഴും പല ക്ഷേത്രങ്ങളും CPM പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് അതിനെ പാർട്ടി കേന്ദ്രങ്ങളാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഇത്തരത്തിൽ ഗാനമേളകളിലടക്കം പാർട്ടി പരിപാടികളിൽ എന്ന പോലെയുള്ള ഗാനങ്ങൾ അവതരിപ്പിക്കുന്നതിലേക്കൊക്കെ നീങ്ങിയത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇത്തരമൊരു ഉത്തരവ് വന്നിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കും, ഇതിന് കൃത്യമായ ഒരു മോണിറ്ററിംഗ് ഉണ്ടാകും എന്നൊക്കെ നമുക്ക് കരുതാമോ? അല്ല, അതിന് ഭക്തജനങ്ങൾ കൂടി ജാഗരൂകരാകേണ്ടതുണ്ട്. അവിടുത്തെ ഭക്തജന സംഘടനകൾ ഈ കാര്യത്തിൽ ജാഗരൂകരാകണം. ഈ ഏതൊക്കെ നിയമങ്ങൾ പാസ്സാക്കിയാലും ആ നിയമങ്ങളുടെ ഏതെങ്കിലും ലൂപ്പുകൾ ഉപയോഗിച്ച് അതിനെ ലംഘിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ കണ്ടേക്കാം. അത് മാത്രമല്ല, ഈ രാഷ്ട്രീയ അധികാരത്തിന്റെ പിൻബലത്തോടു കൂടിയിട്ട് അത്തരം കാര്യങ്ങളുടെ ശ്രമങ്ങൾ ഉണ്ടാവാം. പക്ഷേ അതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ നിലവിൽ നിയമാനുസൃതം തന്നെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലൊരു ഉത്തരവ് ദേവസ്വം ബോർഡ് ഇറക്കിയിട്ടുള്ളത് സ്വാഗതാർഹം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും കമ്മിറ്റികളിൽ അത്തരത്തിലുള്ള പരിപാടികൾ നടത്തിയാൽ ദേവസ്വം ബോർഡ് ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം വരും. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ അതിന് ഉത്തരം പറയേണ്ട സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഉത്തരവ് ആ നിലയ്ക്ക് തന്നെ നടപ്പാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമല്ല. അതിന് ഭക്തജനങ്ങൾ കൂടി ജാഗരൂകരാകണം, കമ്മിറ്റികൾ ജാഗരൂകരാകണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിന്. മിഥുനിലേക്ക് വീണ്ടും പോവുകയാണ്. മിഥുൻ, ഇത്തരമൊരു ഉത്തരവിന് ശേഷം ഇനി ഇത് ഏതൊക്കെ രീതിയിൽ പ്രായോഗികമായി നടപ്പിലാക്കുന്നു എന്നുള്ളൊരു ശക്തമായ നിരീക്ഷണവും ഇക്കാര്യത്തിൽ വേണ്ടതല്ലേ? രോഹിണി, അങ്ങനെ തന്നെയാണ്. ഇതെങ്ങനെ പ്രായോഗികമായി കൃത്യമായി നടപ്പിലാക്കുന്നു? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് നിലവിൽ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ക്ഷേത്രങ്ങളും ഇടതുപക്ഷ അനുകൂലികൾ പിടിച്ചടക്കി ഇടത് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന കേന്ദ്രങ്ങളൊക്കെ ആക്കി മാറ്റുന്ന സാഹചര്യമുണ്ട്. വിപ്ലവ ഗാനങ്ങളടക്കം പാടിക്കൊണ്ട് അവരുടെ പ്രചരണത്തിന് വേണ്ടി ഈ ക്ഷേത്ര ഉത്സവങ്ങളും മറ്റും മാറ്റുന്ന പശ്ചാത്തലമൊക്കെ നേരത്തെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം പ്രായോഗികമാക്കി ഇനി നടപ്പിലാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായുള്ളത്. ക്ഷേത്രങ്ങളിൽ ഭക്തിഗാനങ്ങൾ, ഹിന്ദു ഭക്തിഗാനങ്ങൾ മാത്രം മതി എന്നുള്ളത് സ്വാഗതാർഹമായി മാത്രം ഉണ്ടാകുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമായി തന്നെ നടപ്പിലാക്കാൻ സാധിക്കും നടപ്പിലാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ഉറ്റുനോക്കാനുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ ഹിന്ദു ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അനുസരിച്ച് മാത്രം ഈ ക്ഷേത്രോത്സവങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില ഉത്തരവുകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് സ്വാഗതാർഹമായി തന്നെയാണ് ഭക്തജനങ്ങൾ നോക്കിക്കാണുന്നത്. അത് പ്രധാനമായും ഈ DJ പോലുള്ള കാര്യങ്ങളൊക്കെ അത് ഈ സംസ്കാരത്തിനുമൊക്കെ ചേരാത്ത, പാരമ്പര്യത്തിനുമൊക്കെ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ ചേരാത്ത കാര്യമാണ് എന്നുള്ളത് വിമർശനമായി പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുള്ളതുമാണ്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല ക്ഷേത്രങ്ങളിലും ഈ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചുള്ള ശരി മിഥുൻ, ഞാനൊന്ന് ഇടപെടുകയാണ്. ദയവായി തുടരുക. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ഗാനമേളകളിൽ ഇനി മുതൽ ഹിന്ദു ഭക്തിഗാനം മാത്രം മതി എന്നാണ് ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. അതോടൊപ്പം DJക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ കാണുന്നു? ക്ഷേത്രങ്ങളിൽ ഹിന്ദു ഭക്തിഗാനമേ പാടൂ എന്ന് ഉത്തരവിടേണ്ടി വന്നത് ഒരു ഗതികെട്ട അവസ്ഥയാണ് എന്നാണ് എനിക്ക് തോന്നണത്. കാരണം അങ്ങനെ അല്ലാത്ത വിധത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളതിൽ നിന്നാണല്ലോ ഇങ്ങനെ ഒരു ഉത്തരവിടേണ്ടി വന്നത്. ഒരു ക്ഷേത്രം എന്താണ്, പാർട്ടി ഓഫീസ് എന്താണ്, അല്ലെങ്കിൽ പൊതുസ്ഥലം ഏതാണ്, ഇത്തരത്തിലുള്ള വേർതിരിവില്ലാതെ ആരൊക്കെയോ പെരുമാറിയതിന്റെ ബാക്കിയാണ് ഇന്നിപ്പോ ഇങ്ങനെ ഒരു ഉത്തരവിലൂടെ ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടി വന്നത്. ക്ഷേത്രം ഹിന്ദു ഭക്തിഗാനം പാടാനുള്ളത് അല്ലെങ്കിൽ പിന്നെ മറ്റെന്തിനുള്ളതാ ക്ഷേത്രം? അത് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, പല നാടകങ്ങളും ദൈവം കാലുമാറുന്നു, ഭഗവാൻ കാലുമാറുന്നു, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, ഇതിന്റെയൊക്കെ ഒരു കാലത്ത് ക്ഷേത്രാങ്കണങ്ങളായിരുന്നു വേദികൾ. അപ്പൊ ആ അവസ്ഥയെന്നൊക്കെ അത് ഭക്തജനങ്ങളുടെ സമയോചിതമായ ഇടപെടൽ മൂലം അതൊക്കെ മാറി മാറി വന്നു. ആ മാറി മാറി വന്ന ഒരവസ്ഥയിലും തങ്ങൾക്ക് ഭരണമുള്ള അല്ലെങ്കിൽ തങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അധികാരമുള്ള ക്ഷേത്രങ്ങളിലൂടെ രാഷ്ട്രീയ തിണ്ണമെടുക്ക് കാണിച്ചതിന്റെ ബാക്കിയാണ് നമ്മൾ പല സ്ഥലത്തും പുഷ്പനെ അറിയാമോ എന്നൊക്കെ. ക്ഷേത്രത്തിൽ അറിയേണ്ടത് ബ്രഹ്മത്തെയാണ്, പുഷ്പനെയല്ല. ദൈവത്തെയോ ബ്രഹ്മത്തെയോ ഒക്കെയാണ് അറിയേണ്ടത്. അവിടെ പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കേണ്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി എന്നത് അതിന്റെ ബാക്കിയാണ് ഇന്നിപ്പോ ഇങ്ങനെ ഒരു ഉത്തരവിടേണ്ടി വന്നത്. കാരണം അതല്ല എങ്കിൽ ഭക്തജനങ്ങൾ ഇതിനെ വളരെ കാര്യമായി തന്നെ പ്രതികരിക്കും, അവരെതിരാകും എന്നൊരു ബോധം ഉണ്ടായത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു തിരിച്ചറിവിലേക്ക് ദേവസ്വം ബോർഡ് പോയിരിക്കുന്നത്. ടീച്ചർ, ഒരു കാര്യം കൂടി, ഇത്തരത്തിൽ ഹിന്ദു ഭക്തിഗാനം മാത്രം മതിയെന്ന് ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് വന്നത് എത്രത്തോളം നിർഭാഗ്യകരമായിരുന്നു നേരത്തെ അതിനു മുൻപുള്ള സാഹചര്യങ്ങൾ എന്നുകൂടി ടീച്ചർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരുപക്ഷെ ഹൈക്കോടതി വളരെ ശക്തമായി തന്നെ ഒരു ഇടപെടൽ നടത്തിയതും നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ കൊണ്ടും അതോടൊപ്പം പൊതുസമൂഹത്തിന്റെ ഒരു വിമർശനങ്ങൾ ഏറ്റുവാങ്ങും എന്നുള്ളത് കൊണ്ടും ഒരു മുഖം രക്ഷിക്കൽ തന്ത്രമായി കൂടി നമുക്കിതിനെ കാണാമോ?
തീർച്ചയായും ഇതൊരു മുഖം രക്ഷിക്കൽ നടപടിയാണ്. ഇനി ഇത് നടപ്പാക്കുന്നിടത്തും നമുക്കറിയാം, നടപ്പാക്കുന്നിടത്തും പലപ്പോഴും ഉണ്ടാവുക എന്താണ് എന്ന് പറഞ്ഞാൽ, തങ്ങളുടെ പാർട്ടി ഗീതങ്ങൾ ആലപിക്കുന്നിടത്ത് ഒരു പക്ഷെ അവർ കണ്ണടയ്ക്കും, ഭക്തജനങ്ങൾ പ്രതികരിച്ചാൽ മാത്രമേ കാണുള്ളൂ. അതല്ലാത്തടത്ത് ചിലപ്പോ മഷിയിട്ട് നോക്കി എന്ത് ഭക്തിഗാനമാണോ അതോ ദേശഭക്തി ഗാനമാണോ എന്നുള്ള ചില അന്വേഷണങ്ങളൊക്കെ നടത്തി ഭാരതമാതാവിനെ മതചിഹ്നം എന്ന് പറഞ്ഞതുപോലെ തന്നെ ചില മതകാര്യങ്ങൾ ഒരു പക്ഷെ തിരിച്ചുമൊക്കെ വ്യാഖ്യാനിച്ച് അവിടേക്ക് ഉപയോഗിക്കാനുള്ള ഒരു വടിയായി ഇതിനെ ഉപയോഗപ്പെടുത്താനും സാധിക്കും. നിയമം എന്താ എന്നുള്ളതല്ലല്ലോ, അതെങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ളിടത്തല്ലേ അതിന്റെ ഉദ്ദേശശുദ്ധി നമുക്ക് മനസ്സിലാവുക. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും പാർട്ടി തത്വങ്ങൾ വീണ്ടും ചെല്ലുമ്പോൾ അവിടെ നിയമം കണ്ണടക്കുകയാണെങ്കിൽ ഭക്തജനങ്ങളുടെ പ്രതികരണം തന്നെയാണ് അതിനുള്ള പ്രതിവിധി എന്ന് തോന്നുന്നു. വളരെ നന്ദി ടീച്ചർ പ്രതികരിച്ചതിന്. മിഥുനിലേക്ക് വീണ്ടും. മിഥുൻ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനി പ്രായോഗികമായി നടപ്പിലാക്കണം, കൃത്യമായ ശക്തമായ ഒരു നിരീക്ഷണം തന്നെ ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. കാരണം ഇത് അട്ടിമറിക്കാൻ അപ്പോഴും ചില ഗൂഢനീക്കങ്ങൾ നടക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം രാഷ്ട്രീയ പ്രതിനിധികൾ, CPM-ൻ്റെ പ്രതിനിധികൾ ഭരണം കൈയാളുന്ന, ക്ഷേത്രങ്ങളുടെ ഭരണം കൈയാളുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. അതുമാത്രമല്ല അവർ അവരുടെ രാഷ്ട്രീയം അതിലേക്ക് കലർത്തുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം കാര്യങ്ങളിൽ വളരെ ജാഗരൂകരായിരിക്കുന്ന ഒരു സമൂഹമല്ലേ ഇനി തുടർന്നും വേണ്ടത്? തീർച്ചയായും രോഹിണി, അങ്ങനെ തന്നെയാണ്. ക്ഷേത്രങ്ങളിൽ ഭക്തിഗാനങ്ങൾ മാത്രം മതി, ഹിന്ദു ഭക്തിഗാനങ്ങൾ മാത്രം മതി, സിനിമാ ഗാനങ്ങൾ അടക്കം മറ്റൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അത് കൃത്യമായി തന്നെ നടപ്പിലാക്കുക, ക്ഷേത്ര വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള ക്ഷേത്ര ചടങ്ങുകൾ, ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആഘോഷ ചടങ്ങുകളും നടത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കൃത്യമായി നടപ്പാക്കാൻ ഇനി സാധിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് വന്നിരിക്കുന്നു. നിരവധി വിവാദങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ ഉത്തരവ് ഉണ്ടായിരിക്കുന്നു. ഒടുവിൽ ഉത്തരവ് പ്രഖ്യാപിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഹിന്ദു ഐക്യവേദി നേതാക്കളടക്കം സൂചിപ്പിച്ചതുപോലെ ഇത്രയും വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായ സാഹചര്യത്തിൽ, പശ്ചാത്തലത്തിൽ ഒടുവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇങ്ങനൊരു ഉത്തരവ് നിർബന്ധപൂർവ്വം ഇറക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് ഇനിയെങ്കിലും നടപ്പിലാക്കുക എന്നുള്ളതാണ്. ക്ഷേത്ര ആചാരങ്ങളും വിശ്വാസങ്ങളും ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾക്കനുബന്ധിച്ച് മാത്രം ഈ പരിപാടികളും നടപ്പിലാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി നിർബന്ധപൂർവ്വം ഇത്തരത്തിലുള്ള മറ്റ് സിനിമാ ഗാനങ്ങളോ ഒപ്പം ഈ വിപ്ലവ ഗാനങ്ങൾ അടക്കം പാടിക്കൊണ്ട് ഈ ക്ഷേത്ര ചടങ്ങുകൾ, ഉത്സവങ്ങൾ മറ്റ് പാർട്ടിയുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ഒരു പ്രചരണ വേദിയാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ഒഴിവാക്കുക, പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പല ക്ഷേത്രങ്ങളും ഈ ഇടതുപക്ഷ അനുകൂലികൾ പിടിച്ചടക്കുകയും അത് പാർട്ടിയുടെ പ്രചരണ വേദികളായി, സ്ഥലങ്ങളാക്കി മാറ്റുകയും ക്ഷേത്ര ഉത്സവങ്ങളിൽ വിപ്ലവ ഗാനങ്ങൾ പാടുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവുണ്ട്. ആ ഉത്തരവ് പ്രകാരം തന്നെ ഭക്തിഗാനങ്ങൾ മാത്രം ഗാനമേളകളിൽ ആലപിച്ചുകൊണ്ട് തന്നെ വിശ്വാസത്തിനും ആഘോഷങ്ങൾക്കും എല്ലാം ഉതകുന്ന രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കുക, അതിന് കൃത്യമായി തന്നെ വിലയിരുത്തലുകൾ ഉണ്ടാവുക, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടങ്ങൾ ഉണ്ടാവുക. അത് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഉപദേശക സമിതികൾ ലംഘിക്കാൻ ശ്രമിച്ചാൽ അതിന് കൃത്യമായി തന്നെ നടപടികൾ ഉണ്ടാവുക, ആ ക്ഷേത്ര ഉപദേശക സമിതിക്കെതിരെ നടപടികൾ എടുക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി വേണ്ടത്. കൃത്യമായി തന്നെ ഇതിലൊരു അവലോകനം, വിലയിരുത്തലുകൾ, ഈ ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ, അതൊക്കെ മേൽനോട്ടം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉണ്ടാവേണ്ടതും അത്യാവശ്യമായ കാര്യം തന്നെയാണ്. DJ ഒഴിവാക്കിയിരിക്കുന്നു. അരോചകമായി തന്നെ ഈ ക്ഷേത്ര ഉത്സവങ്ങൾക്ക്, ക്ഷേത്ര പാരമ്പര്യങ്ങൾക്ക് ഉതകുന്ന രീതിയിലല്ലാത്ത ഈ DJകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ഒപ്പം ഇത്തരത്തിലുള്ള മറ്റ് ഗാനങ്ങൾ, വിപ്ലവ ഗാനങ്ങൾ അടക്കം പാടുന്ന പശ്ചാത്തലം നിലനിൽക്കെ ഭക്തിഗാനങ്ങൾ മാത്രം മതി എന്നുള്ള ഉത്തരവ്. ശരി മിഥുൻ, തുടരുക. മിഥുനിലേക്ക് എത്താം. ഇപ്പോൾ BJP നേതാവ് B. രാധാകൃഷ്ണ മേനോൻ നമ്മോടൊപ്പം ചേരുകയാണ് വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി. ശ്രീ രാധാകൃഷ്ണ മേനോൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ഗാനമേളകളിൽ ഹിന്ദു ഭക്തി ഗാനം മാത്രം മതി എന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ദേവസ്വം കമ്മീഷണർ. DJയ്ക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഉത്തരവിലേക്ക് കടന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിന് മുൻപ് നടന്ന നിർഭാഗ്യകരമായ സംഗതികളും നമുക്കറിയാം. ഹൈക്കോടതിയുടെ അതിശക്തമായ ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടായതാണ്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇങ്ങനെ ഒരു ഉത്തരവ് ദേവസ്വം കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് സ്വാഗതാർഹമായ കാര്യം തന്നെയല്ലേ? താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന്റെ ഈ ഉത്തരവിനെ 100% സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ വൈകി വന്ന ഒരു വിവേകം എന്നേ അതിനെക്കുറിച്ച്, കാരണം ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് നാട്ടിലെ ഹിന്ദു വിശ്വാസം നിലനിർത്താൻ വേണ്ടി ഹിന്ദു ക്ഷേത്രങ്ങളുടെ സംരക്ഷണം ചുമതലയുള്ള ഒരു സർക്കാർ സംവിധാനമാണല്ലോ. അപ്പൊ ആ ഒരു സംവിധാനം സത്യത്തിൽ ഈ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടും ഈ നാട്ടിലെ വിപ്ലവഗാനവും അതുമൊക്കെ വിളംബരം ചെയ്യാനുള്ള
വേദിയാക്കി ഇതിനെ ഒരു ഘട്ടത്തിൽ അധപ്പതിപ്പിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇന്ന് സമാജത്തിലുള്ള ഹിന്ദു വിശ്വാസികൾ. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ആ വിശ്വാസികളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി എന്ന സൂചനയാണ് ഈ നിലപാടിൽ നിന്ന് വ്യക്തമാവുന്നത്. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാനും അഭിപ്രായം പറയാനും ഒക്കെ ഇടയായിരുന്നു. അപ്പോൾ ഓരോ പ്രദേശത്തും അതാത് സ്ഥലത്തെ ചില പ്രത്യേകിച്ച് ഉത്സവ കമ്മിറ്റികൾ, അതാത് സമയത്ത് വരുന്ന ആ കമ്മിറ്റിക്കാർ അവരുടെ വ്യക്തിപരമായ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ടുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള വേദിയാക്കിയൊക്കെ ക്ഷേത്ര പരിസരത്തെ അധപ്പതിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പൊ അതും സത്യത്തിൽ നിയന്ത്രിക്കേണ്ടതാണ്. ക്ഷേത്ര കലകൾ എന്ന് പറയുന്നത് ഇപ്പോ പല പ്രദേശത്തും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന ആ ക്ഷേത്ര കലകളുടെയും ക്ഷേത്ര സംസ്കാരത്തിന്റെയും ഹിന്ദു സംസ്കാരത്തിന്റെയും ഒക്കെ സംരക്ഷണ വേദിയായി മാറേണ്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതുപോലെ സമാനമായിട്ടുള്ള ഇതര ദേവസ്വം ബോർഡുകളുമെല്ലാം ഈ തരത്തിൽ നിലപാടെടുക്കുകയും ആ വിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും സംസ്കാരത്തെ നിലനിർത്താനും ഉതകുന്ന പരിപാടികളൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് തുടർന്നും കൂടുതൽ ശക്തമായി ആ നിലപാട് നടപ്പാക്കണം എന്നാണ് എനിക്ക് ദേവസ്വം ബോർഡിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പൊ അടുത്ത കാലത്ത് ശബരിമല തീർത്ഥാടനത്തിലടക്കം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു ബോർഡാണ് കഴിഞ്ഞ കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആ ഒരു റിപ്പോർട്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ദേവസ്വം ബോർഡ് ഈ കാര്യത്തിലെടുത്ത ഈ നിലപാടിനെ 100% സ്വാഗതം ചെയ്യുകയാണ്. ശരി, വളരെ നന്ദി ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ പ്രതികരിച്ചതിന്. മിഥുൻ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത് കൃത്യമായി പ്രായോഗികമായി നടപ്പിലാക്കണം. ഒരു നിതാന്ത ജാഗ്രത ഹിന്ദു സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും വേണം. കാരണം ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന്, ഇടതുപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഇതിൽ ശക്തമായ ഒരു ഇടപെടൽ ഹൈക്കോടതി നേരത്തെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള ഉത്തരവുകൾ വന്നില്ല എങ്കിൽ പൊതുസമൂഹം തങ്ങൾക്ക് നേരെ തിരിയും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുകൂടിയാകാം, ഒരു മുഖം രക്ഷിക്കൽ തന്ത്രം കൂടിയാകാം ഇതും എന്ന് തന്നെയല്ലേ കണക്കാക്കേണ്ടിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവിനെ അനുസൃതമാക്കിക്കൊണ്ടാണ് പുതിയ സർക്കുലർ എന്നുള്ളത് സർക്കുലറിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. വിവിധ ജാതി വിഭാഗങ്ങളുടെയും ഒപ്പം തന്നെ രാഷ്ട്രീയ വിഭാഗങ്ങളുടെയും എല്ലാം താല്പര്യത്തിന് അതീതമായിട്ട് എല്ലാ ഭക്തജനങ്ങളുടെയും താല്പര്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങൾക്കും വിധേയമായി ഹൈക്കോടതിയുടെ ഉത്തരവിന് അനുസൃതമായി സാംസ്കാരിക പുരാവസ്തു വിഭാഗം ഡയറക്ടർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളോട് കൂടിയ സർക്കുലറാണ് പുറപ്പെടുവിക്കുന്നത് എന്നുള്ള പരാമർശത്തോടു കൂടിയാണ് പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. പ്രധാനമായും ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ അതൊന്നാമതായിട്ട് ഹിന്ദുമത വിശ്വാസത്തിനും ക്ഷേത്രാചാരങ്ങൾക്കും എതിരായി ഏതെങ്കിലും വിധത്തിലുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുകയില്ല എന്ന് ഉത്സവത്തിന് മുൻപായിട്ട് മുദ്രപത്രത്തിൽ ഗ്രൂപ്പ് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർമാർക്ക് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി ബോണ്ട് നൽകിയതിനു ശേഷമേ കൂപ്പൺ സീൽ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം പ്രധാനമായിട്ടും ഈ ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഹിന്ദുമത വിശ്വാസത്തിനും ക്ഷേത്രാചാരങ്ങൾക്കും എതിരായി പ്രവർത്തനം ഉണ്ടാവുകയില്ല എന്നുള്ളത് 200 രൂപ മുദ്രപത്രത്തിൽ ഗ്രൂപ്പ് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർക്ക് ക്ഷേത്ര ഉപദേശക സമിതി എഴുതി നൽകിയാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിനുള്ള അനുവാദം ലഭിക്കുകയുള്ളൂ എന്ന് ഈ സർക്കുലറിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായി പ്രധാനപ്പെട്ട കാര്യം ഈ ഉത്തരവിലുള്ളത് ഹിന്ദു ഭക്തിഗാനങ്ങൾ ആലപിക്കുന്ന ഭക്തിഗാനമേളകൾ മാത്രമേ ക്ഷേത്ര മതിൽക്കകത്ത് പാടുള്ളൂ എന്നുള്ള പ്രധാനപ്പെട്ട തീരുമാനമാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിലെ പ്രധാനപ്പെട്ട കാര്യവും അതായിരുന്നു. ഹിന്ദു ഭക്തിഗാനമല്ലാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഗാനങ്ങളോ മറ്റോ ഒന്നും ഈ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഗാനമേളകളിൽ പാടില്ല എന്നുള്ള വ്യക്തമായ നിർദ്ദേശം ഈ ഉത്തരവിൽ ഉണ്ടായിരിക്കുന്നു. ഹിന്ദു ഭക്തിഗാനങ്ങളിൽ തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഭക്തിഗാനങ്ങളല്ലാതെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസ്ഥാനങ്ങളുടെയോ ഗീതങ്ങൾ ആലപിക്കാൻ പാടുള്ളതല്ല എന്ന് കൃത്യമായി ഈ ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ക്ഷേത്ര കലകൾക്ക് പ്രാധാന്യമുള്ള കലാപരിപാടികൾ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ഉത്സവങ്ങളിൽ മാത്രം നിർബന്ധമായും നടത്താൻ പാടുള്ളൂ എന്നുള്ള വ്യക്തമായ നിർദ്ദേശവും ഈ ഉത്തരവിലുണ്ട്. DJ ഒഴിവാക്കിയിരിക്കുന്നു. ശിങ്കാരമേളത്തിന് ഈ ഉത്തരവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യവുമുണ്ട്. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.